ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ബീഫാണ്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളാദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള നന്നായി വഴറ്റിയതിന് ശേഷം നന്നായി കുക്കാവണം. അതിന് ശേഷം നമ്മൾ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാതും ചതച്ചിട്ട്, തക്കാളി ചതക്കരുത്, ബാക്കിയുള്ള വിഭവമൊക്കെ ചതച്ചിട്ട് അതിലിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി നമ്മൾ ആദ്യം ഒന്ന് കുറച്ച് വറക്കണം കേട്ടോ. ബീഫിന് കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മല്ലിപ്പൊടി കുറച്ച് വറുത്ത് വെക്കണം. അതാണ് നമ്മൾ ഇതിലേക്കിടുക. പിന്നെ ഞാൻ ബീഫ് വെക്കുമ്പോൾ ആദ്യം ഇറച്ചി വേവിച്ച് വെക്കും. ഇറച്ചി വേവിക്കണതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എന്നിട്ട് ഒരു 5-6 വിസിലടിച്ചിട്ട് നമ്മൾ ഇറച്ചി വേവുന്നതിനുള്ള വിസിലടിച്ചിട്ട് വെക്കും. അതിന് ശേഷമാണ് ഞാൻ എപ്പോഴും ബീഫ് കറി വെക്കൽ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതൊക്കെ വഴറ്റിയതിന് ശേഷം വെന്ത ബീഫ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ കുരുമുളക്, ഗരം മസാലപ്പൊടി, പിന്നെ അത്ര തന്നെ, കുരുമുളകും ഗരം മസാലപ്പൊടി അത്ര തന്നെ. എന്നിട്ട് അതിന് ശേഷം ബീഫ് നമ്മൾ ഇട്ട് കൊടുക്കുക. വെന്ത ബീഫാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അത്ര പണിയും വരില്ല ബീഫ് കറി വെക്കാൻ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. പിന്നെ ഇന്ന് ബീഫിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് പത്തിരി. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണല്ലോ പത്തിരി, അതുകൊണ്ട് ഞാനത് പറയണില്ല. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ അടിച്ച് വിജയിപ്പിക്കുക. അസ്സലാമു അലൈക്കും.